ശബരിമല സ്വർണ്ണപ്പാളി വാദവുമായി ബന്ധപ്പെട്ട് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ അന്വേഷണത്തിന് പോവുകയാണ് സർക്കാർ. വിവാദത്തിൽ ദേവസ്വം ബോർഡും അന്വേഷണം നടത്തിയേക്കും. കോടതിയുടെ അന്വേഷണം പൂർത്തിയായ ശേഷമാകും കൂടുതൽ തീരുമാനമെടുക്കുക എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയാണെന്നും അയ്യപ്പ സംഗമത്തെ എതിർത്തവരാണ് ആസൂത്രണത്തിന് പിന്നിലെന്നും PS പ്രശാന്ത് ആവർത്തിച്ച് ആരോപിക്കുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾക്ക് സ്വർണ്ണപ്പാളി സന്നിധാനത്തിന് പുറത്തു കൊണ്ടുപോകാൻ കഴിയില്ലെന്ന K അനന്തഗോപന്റെ വാദം തെറ്റാണെന്നും PS പ്രശാന്ത് പറയുന്നു. വാക്കുകൾ: ആരാണോ ഈ ആഗോള അയ്യപ്പ സംഗമം പൊളിയണമെന്ന് ആഗ്രഹിച്ചത്, ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ചത്, അവരായിരിക്കും അതിൻ്റെ പിന്നിൽ. അപ്പോൾ സ്വാഭാവികമായും അത്തരം ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കുന്നു. അദ്ദേഹം തന്നെ കുഴിയിൽ തന്നെ വീഴുകയാണ്. കോടതിയുടെ അന്വേഷണം കഴിയട്ടെ. കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതുകൊണ്ട് ഏത് ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത് എന്നൊക്കെ കോടതിക്കല്ലേ. ഞങ്ങളെന്തായാലും ഈ പൂജാവേള കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് ബഹുമാനപ്പെട്ട കോടതിയോട് ആവശ്യപ്പെടും. സൈഫു നിസ അലിയാർ വിവരങ്ങളുമായി ചേർന്നുണ്ട്. സൈഫു, ഈ ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാൻ ശ്രമിച്ചവരാണ് ഇതിനൊക്കെ പിന്നിലെന്ന് ആവർത്തിച്ച് ആരോപിക്കുന്നുണ്ട് PS പ്രശാന്ത്. തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണവുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസ് മലയാളത്തോട് തന്നെ അദ്ദേഹം പറയുകയും ചെയ്തു, ദേവസ്വം ബോർഡിന് ഈ വിഷയത്തിൽ ചെറിയ വീഴ്ചയൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ എല്ലാ വീഴ്ചകളും അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുണ്ട് എന്നും പറഞ്ഞു. ഇപ്പോൾ അനന്തഗോപനെതിരെ കൂടി അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എങ്ങനെയൊക്കെയാണ് സൈഫു? സേതുലക്ഷ്മി, കൃത്യമായി ദേവസ്വം ബോർഡിന്റെ നിലപാട് വ്യക്തമാക്കുകയാണ് ഇന്ന് PS പ്രശാന്ത് ചെയ്തത്. കൃത്യമായ സമഗ്ര അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ വേണം എന്നുള്ളതാണ്. സ്വർണ്ണപ്പാളി വിവാദത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് കോടതിയിൽ ആവശ്യപ്പെടുമെന്നാണ് ഇന്ന് PS പ്രശാന്ത് പറഞ്ഞത്. 99 മുതൽ, അതായത് 2019 മുതലുള്ള അല്ല, 99 മുതൽ 2025 വരെയുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടും. ഇപ്പോൾ പൂജാവധിയാണ്. അതിനുശേഷം കോടതി തുറക്കുമ്പോൾ ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് തന്നെ ഇക്കാര്യം ആവശ്യപ്പെടുമെന്നുമാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. PS പ്രശാന്ത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ആരാണ് എന്നുള്ളത് ദേവസ്വം ബോർഡിനും കൃത്യമായ ധാരണയില്ല. ദേവസ്വം ബോർഡിന്റെ തീരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ സ്വർണ്ണപ്പാളി കൊടുത്തുവിടാൻ ഉള്ളതായിരുന്നില്ല, അത് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തുവിടാനുള്ളതായിരുന്നു. അത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്, വീട്ടിൽ വെക്കുന്ന വരെ സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സമഗ്രമായ അന്വേഷണം വേണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ശബരിമലയിലെ സ്വർണ്ണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള രജിസ്റ്ററുകൾ കൃത്യമാണ് എന്നും PS പ്രശാന്ത് പറഞ്ഞു. ഈ രജിസ്റ്ററുകളൊക്കെ എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം കോടതി ചോദിച്ചിരുന്നു. ഇതിലൊന്നും ഒന്നുമില്ല എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് അക്കാര്യത്തിലൊരു പ്രതികരണം വന്നിരിക്കുന്നത്. കോടതിയെ ധരിപ്പിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതാണ് എന്നാണ് PS പ്രശാന്ത് പറയുന്നത്. മുന്നിൽ വന്ന രേഖകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് കോടതി വിമർശിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കോടതിയുടെ അന്വേഷണം, കോടതിയുടെ ഉത്തരവുകളെല്ലാം വന്ന ശേഷം ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന് കോടതി തീരുമാനിക്കട്ടെ. അത്തരം കാര്യങ്ങളെല്ലാം ഒരു തീരുമാനമായ ശേഷം ദേവസ്വം ബോർഡ് അന്വേഷിക്കുന്നതിനെ കുറിച്ച് തീരുമാനം എടുക്കുമെന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് K അനന്തഗോപനെയും PS പ്രശാന്ത് തള്ളി പറയുന്നുണ്ട്. ശബരിമലയിലെ അവസാന വാക്ക് തന്ത്രിയുടേതാണ്. മാനുവൽ പ്രകാരം സ്വർണ്ണ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോകുന്നതിൽ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല, അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള വാദം ശരിയല്ല. താൻ പ്രസിഡന്റ് ആയ ശേഷം തന്നെ 5 തവണ കൊടിമരം പ്ലേറ്റിങ്ങിനായി ചെന്നൈയിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്നും PS പ്രശാന്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമാണ് PS പ്രശാന്തിന്റെ വാദങ്ങൾ. അത് ദേവസ്വം ബോർഡിന്റെ നിലപാട് കൃത്യമായി അത് കോടതിയെ അറിയിക്കുമെന്നും സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നുണ്ട്. ശരി, PS പ്രശാന്തിന്റെ പ്രതികരണം, ആ വിവരങ്ങൾ നൽകുകയായിരുന്നു സൈഫു നിസ അലിയാർ. മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട് കോടതിയിൽ നിലനിൽക്കുന്ന ഒരു വിഷയത്തിൽ കൂടുതൽ അഭിപ്രായം പറയാനില്ല, പക്ഷേ ദേവസ്വം ബോർഡിന് ഈ വിഷയത്തിൽ വീഴ്ചയൊന്നും വന്നിട്ടില്ല, മാനുവൽ പ്രകാരം തന്നെയാണ് പ്രവർത്തിച്ചത് എന്ന് പറയുന്നു. പിന്നെ ചെറിയ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്.